ലോകമെമ്പാടും ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ വളരെ കൗതുകകരമായ ഒരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ് രണ്ട് ലോക നേതാക്കൾ തമ്മിൽ. മറ്റാരുമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും. നമുക്കറിയാം, ജോർജിയ മെലോനി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദിയും മെലോനിയും തമ്മിൽ ആത്മാർത്ഥമായ സൗഹൃദമുണ്ട്. പക്ഷേ ട്രംപിന് മെലോനിയെ അത്ര പിടുത്തമില്ല. നേരത്തെ ട്രംപ് പറഞ്ഞത് തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ മെലോനി കെഞ്ചി എന്നും മറ്റുമാണ്. അതിനെ തുടർന്നാണ് താനും മെലോനിയുമായി ഫോട്ടോ എടുത്തത്. ഇത് പൂർണ്ണമായും മെലോനി നിഷേധിച്ചിരുന്നു. തനിക്ക് അങ്ങനെ ആരുടെയും മുമ്പിൽ കെഞ്ചേണ്ട കാര്യമില്ല എന്നാണ് മെലോനി പറഞ്ഞത്. ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ ആരോപണം മെലോനിക്കെതിരെ ഇറ്റലിയിൽ വളരെ അൺപോപ്പുലറാണ് മെലോനി എന്നുള്ളതാണ്. മോശം പ്രകടനമാണ്, ജനപ്രീതി കുറവാണ്. അതിനാലാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. താനുമായി ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ്, തന്ത്രങ്ങളാണ് എന്നും മറ്റും ട്രംപിൻ്റെ ആരോപണമാണ്. അതിനെ കുറുക്കിക്കൊള്ളുന്ന മറുപടി മെലോനി നൽകിക്കഴിഞ്ഞു, യാതൊരു സങ്കോചവുമില്ലാതെ. വെറും ബാലിശമായ ആരോപണങ്ങളാണ് എന്ന് പറയുന്നതിനൊപ്പം അമേരിക്കയിൽ ഇടിയുന്ന ട്രംപിൻ്റെ ജനപ്രീതിയിൽ താങ്കൾ ശ്രദ്ധിക്കൂ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വളരെ കൃത്യമായ മറുപടി മെലോനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അങ്ങനെ കൗതുകകരമായ ഒരു തർക്കം, അത് നേരത്തെ പറഞ്ഞ പോലെ കരാറുകളുടെ പേരിലല്ല, എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുടെ പേരിലല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര തർക്കമല്ല, വളരെ പേഴ്സണലായ ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട്. അത് വലിയ ചർച്ചയുമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ മെലോനി നേരത്തെ തന്നെ താരമാണ്. ഇപ്പോൾ ട്രംപുമായുള്ള തർക്കത്തെ തുടർന്ന് അവർ കൂടുതൽ താരമാകുന്ന പശ്ചാത്തലം കൂടി വരികയാണ്. അജയ് സുധാ ബിജു, ഇതിന് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ള രീതിയുണ്ട്. ഇപ്പോൾ മെലോനിക്കെതിരെ പറയാൻ കാരണം എന്താണെന്ന് പോലും നമുക്കറിയില്ല. കാരണം അമേരിക്കയുടെ സഖ്യരാജ്യമാണ്. ട്രംപ് പറയുന്നത് ഒരുപാട് പണമൊക്കെ ഞാൻ നൽകുന്നുണ്ട് ഇറ്റലിക്ക്, പക്ഷെ അതൊന്നും കാണാതെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ട്രംപ് പല ഭരണാധികാരികളെ പറ്റിയും പല രാജ്യങ്ങളെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന രീതിയിൽ പലതും പറയാറുണ്ട്. അദ്ദേഹം ഇന്ത്യയെ പറ്റി തന്നെയും മുൻപ് പലതും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ നികുതി ഈടാക്കിയിരുന്നു. അതുപോലെ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ കാര്യം, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിൻ്റെ കാര്യം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഇന്ത്യയെ പറ്റിയും പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും മെലോനിയെ പറ്റി പറഞ്ഞ കാര്യത്തിന് മെലോനി കൃത്യമായിട്ട് ട്രംപിനെതിരെ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് മറ്റ് അമേരിക്കയുമായിട്ടുള്ള നയതന്ത്രവും ഒരു നാറ്റോ ബന്ധവും ഒന്നും തന്നെ മെലോനി കണക്കാക്കിയിട്ടില്ല. കൃത്യമായിട്ടുള്ള മറുപടി തന്നെ ട്രംപിന് നൽകിയിട്ടുണ്ട്. ആദ്യം ഈ ഒരു പ്രകോപനം ആദ്യം മുന്നോട്ട് വെച്ചത് ട്രംപ് തന്നെയാണ്. ട്രംപ് മെലോനിയെ പറ്റി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ട്രംപ് പറഞ്ഞത് മെലോനി തൻ്റെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് തന്നോട് നിരന്തരം അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് തീർച്ചയായിട്ടും ഇറ്റലിയിൽ മെലോനിയുടെ ഇടിഞ്ഞു വരുന്ന ജനപ്രീതി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇറ്റലിയിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു മതിപ്പാണുള്ളത്. കാരണം ഇറാനെതിരെ അമേരിക്ക കടുത്ത നിലപാടെടുത്തു. അവർക്കെതിരെ നല്ല സൈനിക നീക്കം നടത്തി അമേരിക്ക അതിൽ വിജയിച്ചു. അപ്പോൾ ഇറ്റലി ആ ഒരു സമയത്ത് മെലോനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അമേരിക്കയ്ക്ക് ഇറ്റാലിയൻ എയർ സ്ട്രിപ്പുകൾ വിട്ടു നൽകുക പോലും ചെയ്തിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു നാറ്റോയുടെ ഈ വിഷയത്തിലാണെങ്കിലും നാറ്റോയ്ക്കൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയെ തള്ളിക്കളഞ്ഞ കാര്യത്തിലാണെങ്കിലും അമേരിക്കയ്ക്ക് എയർ സ്ട്രിപ്പുകൾ വിട്ടു നൽകാത്തതിലാണെങ്കിലും മെലോനി ജനങ്ങളിൽ നിന്ന് കടുത്ത വിയോജിപ്പ് നേരിടുന്നുണ്ട്. അപ്പോൾ ആ വിയോജിപ്പ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, വിയോജിപ്പ് മെച്ചപ്പെടുത്തി ജനപ്രീതി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മെലോനി തനിക്കൊപ്പമുള്ള ചിത്രത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചതെന്നാണ് അദ്ദേഹം ട്രൂ സോഷ്യൽ കുറിച്ചിരുന്നത്. എന്തായാലും മെലോനി അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. മെലോനി ഇപ്പോൾ ട്രംപിനെതിരെ പറയുന്നത് തൻ്റെ ജനപ്രീതിയെപ്പറ്റി തനിക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. ട്രംപിൻ്റെ അമേരിക്കയിലുള്ള ജനപ്രീതിയെപ്പറ്റി ശ്രദ്ധിച്ചാൽ മതി. താൻ ഇറ്റലിയുടെ ഒരു പരമാധികാരം ഉയർത്തിപ്പിടിക്കുക, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. അതിൽ ട്രംപുമായിട്ടുള്ള ചങ്ങാത്തത്തിൻ്റെ പേരിലല്ല തൻ്റെ ജനപ്രീതി ഇരിക്കുന്നതെന്നാണ് മെലോനി വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ മറുപടി നൽകിയിട്ടുള്ളത്. അമേരിക്കയ്ക്ക് ഇറ്റലിയുടെ എയർ സ്ട്രിപ്പുകൾ വിട്ടു നൽകുന്ന കാര്യത്തിലാണെങ്കിലും തൻ്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ തനിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ട്രംപിൻ്റെ യാതൊരുവിധ ഉപദേശവും വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് തന്നെ അവർ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഇന്നലെ ഇറ്റാലിയൻ ഭാഷയിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെ മെലോനി പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റായിട്ട് തന്നെ ട്രംപിനെതിരെ തൻ്റെ നിലപാട് അവർ കടുപ്പിച്ചിട്ടുണ്ട്. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.